അത് അവർ വളരെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. തെരഞ്ഞെടുപ്പുമായി ഞങ്ങൾക്ക് NSSമായിട്ടോ SNDP ആയിട്ടോ ഒരു തർക്കവും ഞങ്ങൾക്കില്ല. ഞങ്ങൾ അവരൊക്കെയായിട്ട് നല്ല ബന്ധത്തിലാണ്, സംഘടനാപരമായിട്ട് നല്ല ബന്ധത്തിലാണ്. അവരൊരു വിഷയത്തിൽ അവരൊരു അഭിപ്രായം പറഞ്ഞതിന് ഞങ്ങൾ തമ്മിൽ വഴക്കിടേണ്ട ആവശ്യമില്ലല്ലോ. അവർ സമദൂരമാണ് സിദ്ധാന്തം, അവരുടെ സമദൂര സിദ്ധാന്തം അത് തുടരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. പിന്നെ എന്തിനാണ് അതിൽ ഞങ്ങൾ അസ്വസ്ഥരാവേണ്ട കാര്യം എന്താണ്? അദ്ദേഹം വർഗീയതയ്ക്കെതിരായ നിലപാട് എല്ലാ കാലത്തും എടുത്തിട്ടുണ്ട്. NSS ജനറൽ സെക്രട്ടറി വർഗീയവാദികളെ NSSന്റെ അടിച്ചതിൻ്റെ അകത്തേക്ക് അദ്ദേഹം കയറ്റാൻ ഇതുവരെ സമ്മതിച്ചിട്ടില്ല. അതൊരു ഉറച്ച നിലപാടാണ്. ആ ഉറച്ച നിലപാട് അദ്ദേഹം സ്വീകരിച്ചതിന് ഞങ്ങൾ അഭിനന്ദിച്ചിട്ടുണ്ട്. ഞങ്ങളും അദ്ദേഹവുമായിട്ടോ NSSമായിട്ടോ ഒരു തർക്കമില്ല. ഞങ്ങൾ ഇവരെല്ലാ സമുദായ സംഘടനകളുമായിട്ടും ഞങ്ങൾ നല്ല ബന്ധത്തിൽ ഒരു വഴക്കുമില്ല. പിന്നെ ഞങ്ങൾ ഒരേ സമയത്ത് ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെയും എതിർക്കും. ആര് വർഗീയത പറഞ്ഞാലും മുഖം നോക്കാതെ കേരളത്തിലെ UDF പറയും. അതൊരു സെക്യുലർ പൊസിഷനിങ് ആണ്. അതിൻ്റെ പേരിൽ എന്ത് നഷ്ടം വന്നാലും സഹിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങളുടെ മതേതര മൂല്യങ്ങളെയും മതേതര നിലപാടുകളെയും താൽക്കാലിക ലാഭത്തിന് വേണ്ടി ഞങ്ങൾ വിറ്റ് കാശാക്കില്ല. വാക്കാണ്. കേരളത്തിൽ ഒരു മുന്നണി ധൈര്യസമേതം പറയുന്ന ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡാണ്, പൊളിറ്റിക്കൽ പൊസിഷനിങ് ആണ്. കേരളം സെക്യുലറാണ് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. കേരളത്തിലെ പഴയ തലമുറയും വളർന്നുകൊണ്ടിരിക്കുന്ന പുതിയ തലമുറയും ആ സെക്യുലർ പൊസിഷൻ്റെ കൂടെ നിൽക്കും. അതാണ് UDFന്റെ പൊസിഷനിങ്. ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലുള്ള ശക്തമായ ഒരു നിലപാട്. ആര് വർഗീയത പറഞ്ഞാലും അതിനെതിരായ നിലപാടെടുക്കും, മുഖം നോക്കാതെ.